ഇനി അമ്മായി പൂ കെട്ടാനാ എന്തിനാന്ന് വെച്ചെടുത്ത. വേണ്ട, എനിക്ക് ചെയ്യാൻ അറിയാം. നീ ചെയ്യിട്ടാ. ഇങ്ങനെ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോ എനിക്ക് 6-ാം നമ്പർ കയറി. ലാലേട്ടൻ. അതെ, ഞാൻ ലാലേട്ടൻ. ഓക്കെ, മഞ്ജുരിയറാ ഉദ്ദേശിക്കുന്നത്. ഓ, ഇതെന്തോ 22 ക്യാരറ്റും 2 പേരയ്ക്കും. മുല്ലപ്പൂ ചെമ്മീൻ. ആ, മുല്ലപ്പൂ ചെമ്മീൻ. അത് സരിതേര മാത്രം, എന്റെ മാത്രം സ്പെഷ്യൽ. പ്രാവശ്യം വന്നേലേ ഒരു പുതിയൊരു അനുഭവം. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതാണ് എന്റെ പണി. ട്രൈ ചെയ്ത് നോക്ക്. പോകുന്ന നേരത്തെ തലയിൽ 2 കവറിലിട്ട് തരണം കേട്ടോ. ചേച്ചി, അമ്മോ സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക ഇത് മോതിരമൊക്കെ മേടിച്ചോ? പിന്നെ ഈ കയ്യിലെ മോതിരം എടുത്ത് ഈ കയ്യിലിട്ട്, അത്രേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് മാളു. അല്ലെങ്കിൽ എനിക്കറിയാം എന്ത് ഞാൻ ഭംഗിയുണ്ടെന്ന്. വെറുതെ മനുഷ്യർക്ക് പറയാൻ പൂക്കളിട്ട് ഫുള്ള് മുഖത്ത് ഫുള്ള് പോവാ. ആ, പോവാ. പൂ മുഖത്തായിട്ടത് ആയാ രാവിലെ പൂക്കളം ഇട്ട് വന്ന് ഒരു ഒരുങ്ങാൻ പോയ ആള് വന്നത് ഇപ്പോ. ദേ അമ്മായിക്ക് പൂ വെച്ചിട്ടുണ്ടോ? ബാലൻസ് വെച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ കൊല്ലുവേ. എത്ര വഴക്ക് കേട്ടാലും നീ പഠിക്കൂലല്ലോ മാളോ. വെളുത്തുള്ളി ഉരിക്കുമ്പോ കത്തിയും കൊണ്ട് വരണോന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നോട്? ഞാൻ അറിഞ്ഞില്ല വെളുത്തുള്ളിയാണ് ഉരിക്കണേന്ന്. എന്താ ഞാൻ കൊണ്ടുവരില്ല. നീ എന്ത് വിചാരിച്ചു ഞാൻ ഇവിടെ വെറുതെ ഇരിക്കണെന്നാ? ഞാൻ കണ്ടു ചേച്ചി ഉരിക്കുന്നത്. നമ്മുടെ തങ്കച്ചേട്ടൻ വരുന്നതിന് മുന്നേ നമുക്ക് ഈ പരിപാടിക്ക് തീർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുള്ളീനെ ബോറടിപ്പിക്കാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഞാൻ അടുക്കളപ്പണിക്കും പോവും, പുള്ളി വരുമ്പോൾ ഞാൻ അടുക്കളപ്പണിക്കും പോവും. നമ്മളില്ലേ? നിങ്ങളുണ്ട്. അപ്പൊ എനിക്ക് വർത്താനം പറയണ്ട ചേട്ടനോട്? ചേച്ചി വർത്താനം പറയുമ്പോഴാണ് ബോറടിപ്പിക്കണേ. ചേച്ചി വർത്താനം പറയുമ്പോഴാണ് ബോറടിക്കണേന്ന്. എണീറ്റ് പോമാളൂ. വെളുത്തുള്ളി ഉരിക്കല്ലേ? പോയേ. ഞാനല്ലേ ഒരുക്കുന്നേ, നീ അല്ലല്ലോ. നിന്റെ ഫാഷൻ പരേഡൊക്കെ കഴിഞ്ഞല്ലോ. പൊക്കോ. സുന്ദരിയാന്ന് പറഞ്ഞല്ലോ ഞാൻ. ഇനി അങ്ങ് പൊക്കോ. ഞാൻ പറയുന്നത് ചേച്ചി പ്രതീക്ഷിച്ച എന്തോന്ന്? ചേച്ചി സുന്ദരിയാന്ന് പറയുന്നു. ഭയങ്കര സാധനം. സുന്ദരിയാ ഇത്തിരി, എന്റെ അത്ര ഇല്ല, എന്നാലും ഇത്തിരി. എന്തിനാ ഇത്രയും വെളുത്തുള്ളി? വെളുത്തുള്ളിയാണ് ഇന്നത്തെ സ്പെഷ്യല്. വെളുത്തുള്ളിയോ? അല്ല, വെളുത്തുള്ളി മാത്രമല്ല, വേറെ ഇടും. എന്താണ്? പറയില്ല. മണ്ണാ? പറയില്ല. മണ്ണോ? ചുടുകല്ല? അല്ല. എന്താണ് സ്പെഷ്യൽ? എന്ത് സ്പെഷ്യൽ? നിനക്ക് ഇഷ്ടമുള്ളത് തന്നെ. നമ്മൾ എപ്പോഴും ഒട്ടുമിക്കപ്പോഴും ഓണത്തിന് ഉണ്ടാക്കുന്ന സാധനം തന്നെ. ഓണത്തിന് ഉണ്ടാക്കുന്നതാ? നമ്മളെ ഓണത്തിന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെപ്പോഴും ചെമ്മീനോ? നമ്മൾ ഓണത്തിന് എപ്പോഴും ഓണം ഉണ്ടാക്കുമല്ലോ. ചെമ്മീൻ കൊള്ളാം. നമ്മൾ ഈ വർഷമാണോ കഴിഞ്ഞ വർഷമാണോ? അല്ല, ഈ കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമാണോ ചെമ്മീൻ ചിരട്ടയൊക്കെ വെച്ച്? ചിരട്ട ഇട്ടത് അതിന് മുന്നത്തെ വർഷം. നമ്മൾ ഒട്ടുമിക്കപ്പോഴും ഓണത്തിന് ചെമ്മീനാണ് ഉണ്ടാക്കാൻ അല്ലേ? എനിക്ക് തോന്നണത് എന്താണെന്നറിയോ? എനിക്ക് തോന്നണതല്ല, ഞാൻ എന്താ ചെയ്യണേന്നറിയോ? ഈ ഓണത്തിനൊക്കെ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് എടുത്തറിയും, ഇത് ബീഫാണ്, അയ്യോ നോൺ വെച്ചിരിക്കുന്നത് എന്നറിയും. ഇതാവുമ്പോ ചെമ്മീൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം വെച്ച ബിന്ദു വാങ്ങിച്ചേക്കുന്ന ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എല്ലാ കറി. എനിക്കിപ്പോഴും വെള്ള കളർ കറി. വെള്ള കളറ്. അതിന് മുന്നേ വെച്ചത് ഒരു ചെമ്മീൻ തന്നെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ വെച്ച റോസ് ഡ്രസ്സൊക്കെയാണ് ചെമ്മീൻ. ഒട്ടുമിക്കപ്പോഴും ഞാൻ ഓണത്തിനും വിഷുവിനൊക്കെ കൊള്ളിച്ച് ചെമ്മീനാ വെക്കാറ്. ചിരട്ട ചെമ്മീൻ അടിപൊളിയായിരുന്നു. ചെമ്മീൻ അടിപൊളിയായിരുന്നു. അത് നീ ഉണ്ടായിരുന്നില്ല മാളു? നീ സ്കൂളിൽ പോയതാക്കണം തോന്നുന്നു. അല്ലെ കളരിക്ക് പോയത് അപ്പോഴാണ് നൊങ്ക് ചെമ്മീൻ. എന്റെ മോളെ, നൊങ്ക് ഞാൻ ഉണ്ടായിരുന്നു. നൊങ്ക് ഞാൻ പറയാം, എനിക്ക് നൊങ്ക് കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, വെളുത്തുള്ളി വേണം മാളു. ഉരിച്ചോ? വേറെ ഒന്നും ഇതിലില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ചേച്ചിക്ക് പിന്നെ കുത്തിത്തരുവാറ്. പിന്നെ കുത്തിത്താ? ആവശ്യത്തിന് പിന്നെ ഞാൻ കുത്തിയിട്ടുണ്ടേ. ഇനി നിന്റെ സഹായത്തിന്റെ ആവശ്യമില്ല കേട്ടാ. ഓ,
ഇനി ഒരു സാരി എടുക്കുമ്പോ എനിക്ക് വല്ല ഇടിയാമെന്നുള്ള പോലെ തന്നോണ്ടല്ലോ. എന്താ എന്ത് ചെയ്യുന്നീ അതറിഞ്ഞാ മതി. എന്നിട്ട് പിന്നു കുത്തുമ്പോ നന്ദിയില്ല, ഞാൻ പറയും പറ്റൂലെന്ന് ഞാൻ പറയും. അമ്മായി കൂടെ കുത്തിച്ചോ. അയ്യോ അതിലും നല്ലത് നീ കുത്തണതാ. അതിലും നല്ലതെന്ന്. അപ്പൊ ഞാൻ കുത്തണത് കൊള്ളത്തില്ലേ മാളു? ഞാൻ ഗതികേടാണ് മാളു നിന്നെ അഡ്ജസ്റ്റ് ചെയ്യണത്, സത്യം. ദൂരത്താ എന്നെ വിളിയേ ഗതികേട്. ഞാൻ പറയാൻ ഗതികേടുണ്ടല്ലോ ജസ്റ്റ് ഞാൻ അങ്ങ് ഊരിക്കോളാൻ പറയും. ഇല്ല, എനിക്ക് വേറെ നിവർത്തിയില്ല. മുതുകത്ത് പിന്നു കുത്താൻ എനിക്ക് നിവർത്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുത്ത്. അങ്ങനെ നന്ദിയുണ്ടോ? എന്തിന് പിന്നു കുത്തുന്നേനോ? ഓ ഒരു നന്ദി ഗതികേടുണ്ടെന്നല്ലേ പറഞ്ഞേ. ഒന്ന് നന്ദി. ചേച്ചിക്കാരൻ അല്ലെങ്കിൽ എന്നെ കാണാൻ നല്ലതാണ്. നീ പറഞ്ഞില്ല എന്നെ കാണാൻ നല്ലതാണ്. ഞാൻ പറയണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. നീ പറയണ്ട. ഓ പറയണമില്ല. ചേച്ചിയെ കണ്ടി കാണാൻ കൊള്ളാം അമ്മായി. അമ്മായി പിന്നെ സുന്ദരിയല്ലേ അവള്? സുന്ദരി കൊച്ച്. കണ്ണിലെന്തോ വീണു. ഇനി നീ ഈ വെളുത്തുള്ളി ഇത്രയും ഞാൻ ഉരിച്ച്, ഇത്രയല്ല ഇനിയും ഉരിക്കും ഞാൻ. നീ കുനുകുന അരിഞ്ഞു തരണം. അത് നിനക്കേ പറ്റുള്ളൂ. അതും ഗതികേടാണോ? ചേച്ചിക്ക് അറിഞ്ഞൂടാ. എക്സ്ക്യൂസ് മീ, അറിഞ്ഞൂടാന്നല്ല. എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ക്ഷമയില്ല. അതാണ് അറിഞ്ഞൂടാന്ന് പറയാം. എനിക്ക് കാരണം ആ നിൽക്കുന്ന നിപ്പില് ഞാൻ വേറെ പണി ചെയ്യാൻ പോവും. മനസ്സിലായോ? നിനക്ക് അവിടെ നിന്നത് ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ. എനിക്ക് അവിടെ വേറെ പണികൾ ഇഷ്ടം പോലെ ഉണ്ട്. പീക്കിരി ആവശ്യ സമയത്ത് പീക്കിരി വെളുത്തുള്ളിയെ കിട്ടത്തുള്ളൂ. ഇത്ര മണിക്കൂറായി ഞാൻ ഇതുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. മണിക്കൂറൊന്നും ആയിട്ടില്ല, അത്രക്ക് തള്ളല്ലേ. ആയി. നീ വന്നതിന് മുമ്പ് ഞാൻ ഇരിക്കാൻ തുടങ്ങിയതാ. മഞ്ഞിന് മുമ്പാ. ചുമ്മാ എന്റെ സംസാരം ശരിയാവാത്ത. കത്തിക്ക് മാളൂ. കത്തണുണ്ട്, പക്ഷെ ഭയങ്കര പുക. എന്റെ മുല്ലപ്പൂ വാടിപ്പോ. ആഹാ, അപ്പൊ എന്റെയോ? ചേച്ചി കുഴപ്പമില്ല. ഹലോ 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 ഹലോ, എന്താ പൂ ഇവിടെ കൊണ്ട് വെച്ചേക്കണത്? പടത്തിലിടാനുള്ള പൂ. പടത്തിലിടാനുള്ള അല്ല, ഇത് കറിയിലിടാനുള്ളതാ. അറിയില്ല. ആ അങ്ങ് കൊണ്ടുപോണേണ്. കറിയില് ഞാൻ പൂവിട്ട് തെറ്റിക്കും. ഞാൻ നോക്കിക്കോ, തലയിൽ വെച്ചതൊക്കെ മതി. അല്ലെങ്കിൽ നീ ഇനി എന്നെ എന്താണ് തീറ്റിക്കാൻ ഉള്ളത്? ആ എടുത്തോണ്ട് പോണ പോക്ക് പറഞ്ഞേട്ടെ. എന്താണ് പറഞ്ഞത് നമുക്ക് കേട്ടു. അമ്മ എന്താ പറഞ്ഞിട്ട് പോയേ? എന്താ പറഞ്ഞിട്ട് പോയേ? പൂ കൊണ്ട് വെച്ചേക്കണ സ്ഥലം അതാണോ പറഞ്ഞത്? ആ, ഈ പൂ വെച്ചിട്ട് ഞാൻ അമ്മായിക്ക് സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കി തരും. നോക്കിക്കോ, ഇന്ന് തങ്കച്ചേട്ടനെ നെട്ടിക്ക് ഞാൻ. നോക്കിക്കോ. ചേച്ചിയുടെ നാവിന് ഫുള്ള് ഉടക്കലാണല്ലോ. എന്തുടക്ക്? നേരത്തെ എന്തോ പറഞ്ഞല്ലോ ഇതേപോലെ. അതെന്റെ ഉടക്കിയതായിരിക്കും. കറക്റ്റ്. ഞാൻ ഇളക്കാം. എന്ത് സംഭവം? ഈ വെളുത്തുള്ളി കണ്ടാ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഉരിച്ച് ഇത്രയും അരിഞ്ഞത് ഞാനാണ്. അത്ര അരിഞ്ഞത് മാളൂ. അത് അരിയാൻ വലിയ പാടൊന്നുമില്ല അമ്മായി. അയ്യോ, അത് കുഞ്ഞാണ് ആ വെളുത്തുള്ളി തന്നെ ഇരിക്കുന്നത്. അതിന് ഞാൻ വീണ്ടും കുഞ്ഞാന്ന് അരിഞ്ഞാന്ന് വെച്ചാൽ അരിയാന്ന് വെച്ച. ഓരോ വെളുത്തുള്ളി എടുത്തല്ലല്ലോ നീ അരിയുന്നത്. ആ കത്തിയിട്ട് ഇങ്ങനെ കാണിക്കണമെന്നല്ലേ ഉള്ളൂ. തെറിച്ചു പോവും. ഒരു വെളുത്തുള്ളി പോലും തെറിച്ചു പോവാത്ത ചെയ്തത് എന്റെ. ഞാനാണ് പിടിക്ക്. ബാക്കി അങ്ങോട്ട് ചെയ്യും. അല്ല, നീ എവിടെ വെച്ചാണ് ഇത് ചെയ്തത്? ഞാൻ പോയി നോക്കട്ടെ. തെറിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് അറിയണമല്ല. കൊടു അമ്മായി കൈ. ആദ്യമായിട്ട് ഒരു കാര്യം അല്ല, ആദ്യമായിട്ടാണ് പറഞ്ഞത്. ആദ്യമായിട്ട് ഒരു കാര്യം വളിപ്പില്ലാത്ത യഥാർത്ഥമായ കാര്യം പറഞ്ഞു. വളിപ്പ് പറയുന്നല്ലേ ചേച്ചി ഉദ്ദേശിച്ചത്? എനിക്ക് സൗകര്യമുള്ളത് പോലെയൊക്കെ ഞാൻ പറയും. പറയുമല്ലോ, സ്ഥിരം വളിപ്പിന്റെ ആളാണല്ലോ. അമ്മയ്ക്ക് മനസ്സിലാവണല്ലേ ചേച്ചി കളിയാക്കാണെന്ന്. ഞാൻ കളിയാക്കണം അമ്മയ്ക്ക്. കളിയാക്കല്ല അമ്മയ്ക്ക്. നമ്മൾ അല്ലെങ്കിൽ എപ്പോഴും കളിയായിക്കൊണ്ടല്ലേ. ഞാൻ കളിയാക്കാറില്ലല്ലോ. വേണ്ട, എനിക്ക് ചെയ്യാറിയാം. അയ്യോ, അങ്ങനെ പറയല്ലേ. വഴിക്ക് വാ. അങ്ങനെ പാചകമായോണ്ട് വിട്ട് തന്നേക്കണേ. അല്ലെങ്കിൽ അവള് തകർത്ത് കളഞ്ഞ. തകർക്കും ഞാൻ. കൊച്ചാക്കിയൊന്നും വേണ്ട, അവള് ചെയ്തിട്ടുണ്ടല്ലോ. അതാണ് ഇനി എന്റെ ഫാൻ ആയാലോ ചേച്ചി ക്രെഡിറ്റ് കിട്ടൂലല്ലോ. അതുകൊണ്ട് ഞാൻ ചേച്ചി ക്രെഡിറ്റ് തരാൻ വേണ്ടി തന്നതാണ്. തങ്കച്ചേട്ടൻ വന്നിട്ട് നീ ചെയ്. നീ ചെയ്യട്ടാ ചേച്ചി. അങ്ങനെ പോവല്ലേ ചേച്ചി. നീ വിളിച്ചാ മതി മാളു, നീ വിളിച്ചാ മതി. ചേച്ചി പോയി ഒക്കെ. എനിക്ക് ഉമ്മ തന്നത് കൊണ്ട്
ഞാൻ വന്നില്ലേ, ഞാൻ വരൂലേ. എന്തൊക്കെ വന്നാലും രുചിയുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാനില്ലെങ്കിൽ തന്നെ. പറ, ഇനിയും പൊക്കി പറ. അതാണ് ഞാൻ. അയ്യോ, SP എന്ന് മനസ്സിലായില്ലേ? സ്വയം പൊങ്ങിന്നാണ് ഞാൻ പറഞ്ഞത്. SP തന്നെ. ഓ, അതൊക്കെ നിങ്ങൾ സ്കൂളിൽ പറയണ കാര്യങ്ങൾ നമുക്കൊന്നും അറിയത്തില്ലപ്പാ. സ്കൂളിൽ പോണം. സോറി ചെയ്തു അമ്മായി. ഇവിളിത്തിരി ഓവറാട്ടോ അമ്മായി. അത് നമുക്ക് ശരിയാക്കാം. അതിന്റെ ഇവള് പറഞ്ഞതിന്റെ അർത്ഥം അമ്മായിക്ക് മനസ്സിലായാ? അമ്മായി ഒന്നും സ്കൂളിൽ പോയിട്ടില്ലെന്ന്. അമ്മായി ഞാൻ കുറ്റം പറഞ്ഞില്ല. അമ്മായി ചേച്ചിയാണ് ഞാൻ കുറ്റം പറഞ്ഞത്. ആ, ഇവിടെ ഞാനും അമ്മായി മാത്രല്ലേ ഉള്ളൂ. ഞാൻ ചേച്ചി അടുത്താണ് സ്കൂളിൽ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് എന്തായാലും എല്ലാവർക്കും അറിയാം. അതെങ്ങനെ? അമ്മായിനെ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ തന്നെയാണ് പറഞ്ഞത്. ഇത് കഴുകി മാറ്റണ്ടേ? വെള്ളത്തിൽ നിന്ന് എടുത്ത് വെക്കണ്ടേ? എന്താ? വെള്ളത്തിൽ നിന്ന് വേണ്ട മാറ്റണ്ടേ? വേണ്ട. തീ കത്തിക്കും മാളു. അയ്യോ, ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കറിയാ. എരിവേയില്ല. എരിവേയില്ല. പൂവുണ്ടല്ലോ. അതും അമ്മായിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? ആ, ഇഷ്ടമാണോ? സുഖം, എന്തൊരു സുഖമല്ലേ. പെട്ടെന്ന് വേവണം അല്ലേ? ചെമ്മീനൊക്കെ പെട്ടെന്ന് വേവും. ഇതെന്താ ടേസ്റ്റ് ഉണ്ടോ? റോസ്മേരി. ഇത് റോസ്മേരി. ഇതല്ലേ വെളിച്ചെണ്ണയൊക്കെ കാച്ചണേ അല്ലേ? ആ, വെളിച്ചെണ്ണ കാച്ചാനൊക്കെ എടുക്കും. ഇതിപ്പോ എല്ലാരും മുടി വളരാൻ വേണ്ടിട്ട് പെരട്ടണില്ലേ? അത് ഈ റോസ്മേരിയാ. മതി. ഇനി അമ്മായി പൂ കെട്ടാനാ എന്തിനാന്ന് വെച്ചെടുത്തോ. എനിക്ക് ഇത്രയും മതി. നല്ല ഭംഗിയായി. കഴിഞ്ഞു. കഴിഞ്ഞോ? നമ്മുടെ സ്പെഷ്യൽ വിഭവം കഴിഞ്ഞു. സെറ്റ്. ഓക്കെ, അടിപൊളിയല്ലേ? അപ്പൊ ഇതിന് വേണ്ടേ? ഇത് വേണ്ടേ? വേണം. എന്തിന്? ലാസ്റ്റ് നമ്മൾ ഭംഗിക്ക് വെക്കൂലേ? ഓ, അതിന് അതൊരു തണ്ട്. വെറുതുണ്ടോ? എന്ത് നമ്മള് തല എണ്ണ ആച്ചാൻ പോണ? എണ്ണ ചമ്പോ മുടി എത്രയും കൊഴിഞ്ഞു. ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ട് കച്ചവടം മുടി എത്രയും കൊഴിഞ്ഞു പോയെന്ന്. അല്ല, ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ കറക്റ്റ് നല്ലത്. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓണത്തിനിടയിലല്ലേ പുട്ട് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോഴല്ലേ ഒരു രസമുള്ളത്. മഹാബലി വരും, പുട്ട് മേടിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞു. സെറ്റ്. ഞാൻ നല്ലത് ഇത് മതിയല്ല? മതി മതി മതി. ആരാണ്? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. വഴിപോക്കൻ എന്താ ഈ വീട്ടിലെ കാര്യം? നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ച എന്റെ മറുപടി. ഇതെന്താണത്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? ആഴിഞ്ചുമയുടെ കേശഭാരം, വാക്കിലും നടപ്പിലുള്ള ദൈവികത്വം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം. ഇതേതാ പാലമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ? ഷാപ്പിലെ കരക്കാരിയാ? നിങ്ങൾ ആരാ? ഞാൻ എന്റെ അമ്മായി വിളിച്ചിട്ട് വന്നതാ. ഏതാ? അയ്യോ, അമ്മായി വിളിച്ചിട്ടോ? തിരുവോണമായിട്ട് അമ്മായി വിളിച്ചിട്ട് വന്നതാ. അയ്യോ, വരൂ ചേട്ടാ, വരൂ വരൂ.
അത് ഞാനൊരു ബിൽഡപ്പ് കൊടുത്തത്. ആഹാ. അതെ ഇങ്ങനെ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോ എനിക്ക് 6-ാം നമ്പരം കയറി വന്നു. ലാലേട്ടൻ അതെ ഞാൻ ലാലേട്ടൻ ഓക്കെ, മഞ്ജുവാര്യറാ ഉദ്ദേശിക്കുന്നത്. എന്ന് ഉദ്ദേശിച്ചു. വല്ലാത്ത ഉദ്ദേശമായി പോയത്. ബാബാ അമ്മായി ഓ ധാരാ വന്നിരിക്കണേ നോക്കിയേ. അയ്യോ എന്റെ പൊന്നുമോൻ വന്നാ. പൊളിച്ചു മക്കളെ, പാത്ത്. ഞാൻ വിചാരിച്ച് വരില്ലാന്ന്. പേരയ്ക്ക എന്തൊക്കെ തിരക്കുണ്ട്. പിന്നെ നോക്കട്ടെന്നല്ലേ പറഞ്ഞു. അല്ല ചോദിക്കട്ടെ, പേരയ്ക്ക മാത്രമേ ഉള്ള അതാ? അല്ല സദ്യയൊക്കെ ഉണ്ട്. സത്യം കൊണ്ട് അപ്പൊ ഇതിന്റെ ഫ്രൂട്ട്സ് അല്ലേ? അതെ. ഞാനേ ഇന്ന് നല്ലൊരു ഊണ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. തിരുവോണത്തിന് വേറെ 1-2 പേരൊക്കെ വിളിച്ച്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല. കാരണം ഇവിടെ നിന്ന് നല്ലൊരു ഊണ് കിട്ടണമെങ്കിൽ അത് കഴിക്കുന്നതല്ലേ നല്ലത്. എന്തൊക്കെ ഉണ്ട്? എല്ലാ സെറ്റ് വെച്ചിട്ടുണ്ടോ? എല്ലാം സെറ്റാണ്. അല്ല കഴിക്കാൻ എല്ലാം റെഡിയാണ്. പിന്നെ ഞങ്ങൾ രാവിലെ വെളുപ്പിനെ തുടങ്ങിയ പരിപാടിയല്ലേ. പാവ അങ്ങനെ കഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ 2 തടിച്ചുകൾ ഉണ്ടായിരുന്നിട്ട് ആ പാവ അമ്മയായിട്ട് ഞാൻ കഷ്ടപ്പെടുത്തരുത്. തടിച്ചില്ല, ചേച്ചി തടിച്ചു, ഞാൻ തടിച്ചില്ല. പിന്നെ അമ്മായും കൂടെ അമ്മായി കട്ടയട്ടെ. മറിക്കാം. ഇതാര് വാങ്ങിച്ചതെന്നാണ്? ഇത് അത് ഞാൻ ആണോ വാങ്ങിച്ചതെന്നാണോ? അതാ സ്വന്തം കാശിന് വാങ്ങിച്ചതാ? അല്ല 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 ഇല്ലെങ്കിൽ പറയണം. കാരണം എന്താ അറിയാലേ, അമ്മയ്ക്ക് ഓണത്തിന് ഡ്രസ്സ് എടുത്ത് തന്നോ എന്നൊക്കെ എനിക്ക് അറിയണം. ഇവര് മനസ്സിലായല്ലോ, കൊണ്ടുവരുന്ന കഷ്ടപ്പെടുത്തണം. അല്ലാതെ പേരൊക്കെ ഇങ്ങനെ കട്ടിതായത് ഇങ്ങനെ ഇഷ്ടപ്പാടൊന്നും ഇല്ല അവനെ. നമ്മക്കൊരു സന്തോഷമല്ലേ ഇവരെ കൂടെ, അതല്ലേ ഞാൻ വന്ന് നിക്കണത്. അത് ശരി, ഞാനൊന്ന് കയറ്റി പറഞ്ഞതാണ്. കേട്ടാ കേട്ടാ, വല്ല കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച്. ആ മംഗലി എനിക്കും വരണം കിട്ടട്ടെ എന്ന് വിചാരിച്ച്. പേരൊക്കെ ഇങ്ങനെയാണ് കട്ടിയുള്ളത്. കണ്ടമ്മായി സ്പീഡ് കണ്ട് പഠിക്കമ്മായി. അതിന് അമ്മ പഠിക്കണം, നീയാണ് പഠിക്കാനുള്ളത്. തൽക്കാലം നിങ്ങൾക്ക് 2 പേർക്ക് ഇത് മതി. ഇപ്പൊ തന്നെ തടി കൂടുതലാ. ഇതെനിക്കാണോ? ആ അതെ, താങ്ക് യു. ഇത് എൻ്റെ അമ്മയ്ക്ക്. അമ്മോ വലിയ ചേട്ടൻ കഴിക്കേ. അടിപൊളി. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, ഊണ് കഴിക്കാൻ പോയാലോ? കാരണം കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ് എന്നെ കൊതിപ്പിച്ച് ഇനി ഊണ് കഴിക്കാൻ വേറെ രക്ഷയില്ല. വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് ഇവിടെ. എന്താണ്? മുല്ലപ്പൂ ചെമ്മീൻ. മുല്ലപ്പൂ ചെമ്മീൻ, അതൊരു വെറൈറ്റി ആണല്ലോ. വെറൈറ്റിയാ മുല്ലപ്പൂ ചെമ്മീൻ. മുല്ലപ്പൂ ചെമ്മീൻ എന്തൊക്കെ ഞാൻ വേറൊരെണ്ണം കണ്ട് മടല് വെച്ചെന്തോ ഒരു കറി അല്ലേ? ചിരട്ട വെച്ച് ചെമ്മീൻ. അതെ അതെ അതെ, നിങ്ങളാകുമ്പോൾ മൊബൈൽ പോലും വെക്കാൻ പറ്റില്ല. നിങ്ങൾ അതിനടുത്ത് ഫ്രൈ ചെയ്യും. അപ്പൊ നമുക്ക് താഴോട്ട് പോയാലോ? ഏതായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ 3 പേരും. താങ്ക് യു. അടിപൊളി, സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ നേരത്തെ തന്നെ കള്ളുഷോപ്പ് കയറി വെറുതെ വിളിച്ചതാ? ഇല്ല നോക്ക് മാറിക്കാം. ഞാൻ അങ്ങനെ വിളിക്കില്ല. കാരണം നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പ്ലോട്ടുകളില്ല. അല്ല അങ്ങനെ ഉദ്ദേശം പറഞ്ഞല്ല, ആ ഒരു ഫീലുണ്ട്. പക്ഷേ ഏതായാലും നമുക്ക് അടിപൊളിയായിട്ട് വരും. താങ്ക് യു. അതെ, ഗുജറാത്തിൽ നിന്ന് വന്ന പോലെ ഇരിക്കും. പോയാലമ്മ? പോവാ. ഇതെന്തോ 22 ക്യാരറ്റും 2 പേരയ്ക്ക്. നമുക്ക് ഉണ്ണാൻ പോയാലോ? താഴോട്ട് പോയാലോ? ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എനിക്കിതിൽ വരാൻ പറ്റിയത് തന്നെ സന്തോഷം. അതും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റിയൊരു സന്തോഷം കേട്ടോ. പോവാം, നമുക്ക് പോയാലോ? പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷം? സുഖം തന്നെ? സുഖം മക്കളെ. ഞാൻ ഇവരെ കൂടെ വന്നതിന് ശേഷം എനിക്ക് അങ്ങോട്ട് പോണതേ. ഞാനേ പോണ്ടമ്മ, അത് കാരണം ഇവിടെ സ്നേഹവും സന്തോഷവും. അതാണ് ബട്ടറാണ്. ബട്ടർ അഞ്ഞെടുത്തത് ഇഷ്ടമാണോ? ബട്ടർ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ പറയാം എന്തൊക്കെയുണ്ട് സുഖമൊക്കെ? അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു മക്കളെ. പിന്നെ ഇവര് പിന്നെ എവിടെയെങ്കിലൊക്കെ പിന്നെ കറങ്ങാനെ കൊണ്ടുപോയാ എന്തെങ്കിലുമൊക്കെ? പിന്നെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോയി. പിന്നെ അമ്പലത്തിൽ പോവും. ചേട്ടോ വണ്ണം വെച്ച് ഇവിടെ വന്നതിന് ശേഷം അമ്മായി വണ്ണം വെച്ച് കിട്ടുന്നില്ല. കുഴപ്പമില്ല, പകൽ വെളിച്ചത്തിലാകൊണ്ടാണ് അത് പറ്റുന്നില്ല. കുഴപ്പമില്ല. ഇനി എന്റെ സ്പെഷ്യൽ വിഭവം മുല്ലപ്പൂ ചെമ്മീൻ. മുല്ലപ്പൂ ചെമ്മീൻ തണന്റെ സ്പെഷ്യൽ. മതി. മുല്ലപ്പൂ ചെമ്മീൻ. മുല്ലപ്പൂ ചെമ്മീൻ അത് സരിതേര മാത്രം, എന്റെ മാത്രം സ്പെഷ്യൽ. ഇത് തലയിൽ വെക്കാനുള്ളത് അതെടുത്ത് ഇലയിൽ വെക്കുന്നത്. തലയില ഇലയില എന്തെങ്കിലും ആയിക്കോട്ടെ. സാമ്പാർ കൊടുക്കും. ഈ വർഷം മറക്കാൻ പറ്റില്ല, കാരണം ഇത് വല്ലാത്തൊരു സ്പെഷ്യലായി പോയി അല്ലേ? കുറച്ചെനിക്ക് മുല്ലപ്പൂ കൂടെ തരും. മുല്ലപ്പൂ വേണോ? വേണം. അതും കൂടെ കഴിക്കാം. ടേസ്റ്റ് ഉണ്ടാ? അല്ല, നീ തരുന്ന സരിത തരുന്ന ഞാൻ എന്തും കഴിക്കും. അങ്ങനെയാണ്.
കാരണം ഞാൻ ഇന്ന് അതിഥിയാണ്. അതല്ല, എനിക്ക് മുല്ലപ്പൂ ആണ് വേണ്ടത്. മുല്ലപ്പൂ ആണോ? അത് കഴിക്കല്ലേ? പിന്നെ മുല്ലപ്പൂ കഴിക്കാനല്ലേ അമ്മായി വെച്ചിരിക്കുന്നത് ഞാൻ? പച്ചക്കുള്ളത് തീരുമ്പോ തലേന്ന് എടുക്കുമല്ലേ? എങ്ങനെയുണ്ട് എന്റെ മുല്ലപ്പൂ ചെമ്മീൻ? നോക്ക്, അടിപൊളി, സൂപ്പർ. അത് ഒരു അല്ല, ഞാൻ എന്നെ അമ്മ ഇന്ന് വിളിച്ച സമയത്തെ ഈ സദ്യക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, സാധാരണ സദ്യയല്ലേ കഴിച്ചിട്ടുള്ളൂ, പക്ഷെ സദ്യക്ക് അപ്പുറത്ത് എന്തോ ഒരു വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു വെറൈറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലേ? ചെമ്മീൻ പെട്ടെന്ന് ഈ കടലും കൂടെ കണ്ടപ്പോ എനിക്ക് ചെമ്മീൻ ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ല, രണ്ടും അടങ്ങിയിട്ടുണ്ട്, മുല്ലപ്പൂവും പല്ലിലും ചെമ്മീൻ. സൂപ്പർ. ഞങ്ങള് ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും എന്തെങ്കിലും നോൺ വെക്കും. വെക്കൂല്ലേ? അല്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. സരിത, ഇത് ഒരു കറക്കി കുത്താണോ ഇത്? അല്ല, കറക്കി കുത്തല്ല, ഇത് ചെയ്യുന്നതാ. മുല്ലപ്പൂ നമ്മൾ ഇടും, ആണല്ലേ? പിന്നെ എല്ലാരിലും അത് എത്തിയിട്ടില്ല എന്ന് മാത്രം. ആ, മുല്ലപ്പൂ ഈ ചെമ്പരത്തി പൂല്, കട്ടൻ ചായ, ചെമ്പരത്തി ചായ, അങ്ങനെയുള്ള ഇതിലും നമ്മുടെ ഈ ശംഖുപുഷ്പത്തിന്, ശംഖുപുഷ്പം അങ്ങനെയുള്ള. പക്ഷെ ഇത് മുല്ലപ്പൂ ആദ്യമായിട്ട്. അപ്പൊ ഇവിടെ ഇന്ന് ഈ പ്രാവശ്യം വന്നേലേ ഒരു പുതിയൊരു അനുഭവം. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതാണ് എന്റെ പണി. ട്രൈ ചെയ്ത് നോക്ക്. പോകാൻ നേരത്തെ തലയിരിക്കും 2 കവറിലിട്ട് തരണം കേട്ടോ. ഞാൻ മൊട്ടാണ് വാങ്ങിച്ചത്, പക്ഷെ അത് വിരിഞ്ഞു പോയി. അത് ശരി. വിരിയ എന്തൊരു കോഴിയാ? തട്ട് തട്ടിക്കോ. എങ്ങനെയുണ്ട് സദ്യ? അടിപൊളി. ഹാപ്പി ഓണം. സൂപ്പർ ആയിട്ട്. അല്ല, തെറ്റി പറയരുത്. കാരണം ഒരു മിണ്ടാപ്രാണി അതിലെ നടന്നു പോകുന്ന സമയത്ത് അതിനും വല്ലതും കൊടുക്കണമെന്നാണ്. ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും കൊടുക്കാറില്ലല്ലേ? നിനക്ക് തേഞ്ഞിട്ട് വേണ്ടേ? അടിപൊളിയായിട്ടുണ്ട്. സരിത വെച്ചതാണല്ലേ ഇതൊക്കെ? ബാക്കിയുള്ള കറികളൊക്കെ സൂപ്പറായിട്ട്. ഞാനും അമ്മായും മാളും എല്ലാരും ഉണ്ട്. അല്ലേ? കൊള്ളൂല്ലെങ്കിൽ അവരെ തലയെ കൊണ്ട് വെക്കാമല്ലോ അല്ലേ? അല്ലേ? കൊള്ളാക്കി സ്വന്തമായിട്ട്. അല്ല, സാധാരണ ഒരു വിഭവമാണ് നമ്മൾ വെക്കാറ്. ഇന്നിപ്പോ ഒരുപാട് വിഭവം ഉള്ളതുകൊണ്ട് ഇവരെയൊക്കെ ഞാൻ അടുക്കളയിൽ കയറ്റി. അല്ല, ഇത്രയും കറി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ബോളി ഉണ്ടല്ലേ? ബോളിയുണ്ട്, പായസമുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഓണ പ്രോഗ്രാം എന്തൊക്കെയാ? ഇനി കളരിയിലാണോ? അത്രേ ഉള്ളൂ. ഇനി കളരിയിലാണോ? അത്രേ ഉള്ളൂ. കളരിയും കരാട്ടൊക്കെ ഉണ്ട്. ജാൻസി റാണി എന്നാണ് അവൾ അറിയപ്പെടുന്നത്. ജാൻസി റാണി. രാവിലെ എണീറ്റല്ലേ ഇതൊക്കെ തയ്യാറാക്കാൻ വേണ്ടി? വെളുപ്പിന് എണീറ്റും. സാധാരണ എപ്പോഴും വെളുപ്പിനെ എണീറ്റ് രാവിലെ എണീറ്റ് നടന്ന് അമ്പലത്തിൽ പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്നത് അമ്മായിയാ. ഇന്ന് അമ്മായിയുടെ കൂടെ ഞങ്ങളും കൂടി എണീറ്റു. അതുകൊണ്ട് അമ്മായി രാവിലെ അമ്പലത്തിലൊക്കെ പോയി. അമ്മായി രാവിലെ എണീക്കും? അമ്മായി എല്ലാ ദിവസവും രാവിലെ എണീക്കും. വെളുപ്പിനെ 4 മണിക്ക് എണീക്കും. 4 8. നിങ്ങൾ 8 മണിക്ക് കിടന്നുറങ്ങും, അമ്മ 4 മണിക്ക് എണീക്കല്ലേ? മാളുവിന് സ്കൂളുള്ളപ്പോ കുറച്ച് നേരത്തെ എണീക്കും. സ്കൂളില്ലെങ്കിൽ അമ്മയായിട്ട് നിങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെടുത്തുന്നത് ലാഭം കിട്ടും കേട്ടോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. കഷ്ടപ്പാടൊന്നും അമ്മായി അടുത്ത് പറഞ്ഞ കേൾക്കൂല. അമ്മായി ജോലി ചെയ്തോണ്ടേ ഇരിക്കും. ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ഒന്നും കണ്ടില്ല. ഫുട്ബോൾ പോലത്തെ 2 ബാരിക്കേഡ് കണ്ടിച്ചിരിക്കണം.
അളവ് ഓ വേണം. പഴം ഇങ്ങനെ പൊളിച്ച് ഇതിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഞെവിടി ഇങ്ങനെ കഴിക്കണം. കഴിച്ചിട്ട് തങ്കുച്ചേട്ടനെ ഇവർ ലാബിൻ്റെ അവിടെ കൊണ്ടാക്കും. ഇല്ല. ഒരു ഷൂറിയൊക്കെ ഉണ്ട്. ഓക്കെ, സൂപ്പർ. ഏത് പായസം ഇഷ്ടപ്പെട്ടെ? 2 പായസം ഇഷ്ടപ്പെട്ടു. രണ്ടും ഇഷ്ടമല്ലേ? 2 ഇഷ്ടപ്പെട്ട്, ബോളി ഇഷ്ടപ്പെട്ട്, അടിപൊളി. ഇപ്പോൾ മുല്ലപ്പൂ പ്രോൺസിനെ ഒന്നര പരിചയപ്പെടുത്തും. നമ്മുടെ സരിതയുടെ സ്വന്തം മുല്ലപ്പൂ പ്രോൺസ്, ചെമ്മീൻ മുല്ലപ്പൂ. ഇതിനൊരു അതെ, ഇതിനെ മുല്ലപ്പൂ ചെമ്മീൻ. അല്ലല്ല ഇതിന് സരിത ഒരു പേരിടണം. ഒരു പേരിടുമ്പോൾ നാളെ ഇതിന് ഓരോരുത്തർ ട്രൈ ചെയ്യാൻ നോക്കും കേട്ടോ. അതെ. ഇനി നാളെ തൊട്ട് ഉള്ള മുല്ലപ്പൂ ചെടിയൊക്കെ ഞാൻ എനിക്ക് പറിക്കാൻ നടക്കണമല്ല. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ശകലം പായസം കുടിച്ച് എൻ്റെ വീട് മറന്നുപോയി.